ഞാൻ ഇന്ന് രാവിലെ നിന്നെ അന്വേഷിച്ചായിരുന്നു. അല്ല നീ ഇതൊന്നും അറിയുന്നില്ലേ? ഏതെന്നാ ക്രിസ്മസ് വന്നങ്ങ് കേറി. അതിനാ ഫസ്റ്റ് നമ്മള് കർമ്മോന്മുഖരായി രംഗത്തിറങ്ങണം എന്ന് വെച്ചാ നമ്മൾ പലപ്പോഴും ഡിസ്കഷൻ നടത്താറുള്ള കാര്യമാണ്. നമ്മൾ ഏത് വീട്ടിലാണോ താമസിക്കുന്നത് ആ വീട്ടിലുള്ളവരുടെ വാശിയും വൈരാഗ്യവും നമ്മൾ കൂട്ടണം. അതനുസരിച്ചാണ് നമ്മുടെ ഓരോ വീട്ടിലെയും നിലനിൽപ്പിരിക്കുന്നത്. മനസ്സിലായോ? ഓരോ നിമിഷവും നമുക്ക് അനുകൂലമാക്കണം. ഒരാഘോഷം വരട്ടെ, അത് വെച്ച് നമുക്ക് കളിക്കണം. ഇപ്പൊ ഏതാണ്ടൊക്കെ എനിക്ക് മനസ്സിലായി. എന്നിട്ടാണ് ഉറക്കം തൂങ്ങി നിൽക്കുന്നത്. ചെല്ലടേ, ചെന്ന് സ്പിരിറ്റ് കയറ്റ്. ഞാൻ ആ സമയം കൊണ്ട് സഹിച്ചേച്ച് സ്പിരിറ്റ് കയറ്റാം. ക്രിസ്മസിന്റെ പേരില് അവരെ നമുക്ക് മത്സരിപ്പിക്കണം. എന്ത് സൂണ? അറിഞ്ഞിരുന്നില്ല, ഇത്രയും മഹാനാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല. ഈ കഷണ്ടി തലയ്ക്കുള്ളിൽ ഇത്രയും മഹത്തായ ഒരുപാട് ആശയങ്ങൾ നിറച്ചു വെച്ചിരിക്കുകയാണെന്ന് ഞാൻ അറിഞ്ഞിരുന്നില്ല കേട്ടാ. അത് സൂണൻ എന്റെ അടുത്തുള്ള സ്നേഹം കൊണ്ട് പ്രശംസാവചനങ്ങൾ ചൊരിയുകയാണ്. വാസ്തവത്തിൽ സൂണ, ഞാൻ സൂണനെ പോലൊരു സാധാരണ മനുഷ്യനാണ്. പറയരുത്. എന്ത്? വിനയമാകാം, എളിമയാകാം, പക്ഷെ സ്വയം ചെറുതാവരുത്. നമ്മൾ അന്ന് പറഞ്ഞ കാര്യം തന്നെ ഞാൻ വീണ്ടും ആവർത്തിക്കുകയാണ് സൂണ. നമ്മൾ ഒന്നിച്ച് നിന്നാൽ ഒരു ശക്തിക്കും ഈ വീടുകളിൽ നിന്ന് നമ്മളെ പുറത്താക്കാൻ പറ്റില്ല സൂണ. സത്യം സത്യം. അപ്പോഴിതാ നമുക്കും ക്രിസ്മസ് കിട്ടിയിരിക്കും. അതെ അതെ, പുത്തൻ പ്രതീക്ഷകളുടെ ഉദയമാണ് ക്രിസ്മസ്. അതെ, ലോകത്തിന് പുതു വെളിച്ചവും പുതു ശക്തിയും കൊടുക്കുന്ന ആഘോഷം. അതെ, ഈ ആഘോഷത്തിൽ നിന്ന് നമുക്കും പ്രത്യാശയുടെ ദീപങ്ങൾ കൊളുത്താം. അയ്യേ, കേട്ടപ്പോ എനിക്കങ്ങ് നാണക്കേടായി പോയി. എന്താ സുഗുണ? നമുക്കിപ്പോ പരിചയക്കാരും ബന്ധുക്കാരും ഇല്ലാത്ത ഒരു ഫീല് പോലെ. നീ കാര്യം പറ. അപ്പുറത്ത് സഹിച്ചേച്ചിക്ക് കാർഡ് വന്നു. കാർഡ്, ക്രിസ്മസ് കാർഡ്. നമുക്കിവിടെ ഒറ്റ കാർഡ് വന്നില്ല. എന്ന് വെച്ചാ നമുക്ക് വേണ്ടപ്പെട്ടവരായിട്ട് അധികം ആൾക്കാരില്ല. അല്ല, അതിപ്പോ സ്നേഹം കാണിക്കാൻ കാർഡ് തന്നെ വേണമെന്നുണ്ടോ? അത് വേണ്ട, പക്ഷെ നമുക്ക് 10 പേരുണ്ടെന്ന് മറ്റുള്ളവരെ അറിയിക്കാൻ കാർഡ് തന്നെ വേണം. ചില വീടുകളിൽ കണ്ടിട്ടില്ലേ, ഹാൾമുറിയിൽ ഇങ്ങനെ നൂല് വലിച്ചു കെട്ടിയിട്ട് കാർഡ് ഇങ്ങനെ തൂക്കിയിട്ടിരിക്കും. എന്ന് വെച്ചാ ഇതിപ്പോ ഒരു ഷോയുടെ ഭാഗമാണ്. ചേട്ടത്തിന്ന് ആലോചിച്ച് നോക്ക്, നമുക്ക് ബന്ധുക്കളായിട്ട് ആരൊക്കെ ഉണ്ട്, ഫോൺ വിളിച്ച് പറയാം കാർഡ് അയക്കാൻ. എന്നാ വേണ്ട, സഹിച്ചേച്ചിക്ക് കുറെ നേരത്തെ ഒരു കൊറിയറുകാരൻ ആയിട്ട് കാർഡ് കൊണ്ട് കൊടുക്കണുണ്ട്. വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ പോണം. അല്ല ചേട്ടത്തി, നമ്മുടെ ഈ വീട് ബാക്കിയുള്ള വീടുകളുടെ മുന്നിൽ അങ്ങനെ തല ഉയർത്തി പിടിച്ച് നിൽക്കണം. അതാണ് എന്റെ ഏറ്റവും അവസാനത്തെ ആഗ്രഹം. ഞാൻ ഇനി എത്ര കാലം ഇവിടെ കാണും? കൂടിയ ഒരു 40-45 വർഷം അല്ലേ? ഇവിടെ കിടന്ന് കണ്ണടയ്ക്കുന്നതിന് മുമ്പ് എനിക്ക് ആ ദൃശ്യം ഒന്ന് കാണണം. അല്ല, നീ പറഞ്ഞത് നേര് തന്നെയാ. പല വീട്ടിലും ഞാനും കണ്ടിട്ടുണ്ട് ക്രിസ്മസ് കാർഡുകളും ന്യൂ ഇയർ കാർഡുകളും ഇങ്ങനെ നൂലിൽ തൂക്കിയിട്ടിരിക്കുന്നത്. നമുക്ക് വേണം സുഗുണ. അങ്ങനെ കാർഡിന്റെ കാര്യത്തിൽ അവളുടെ മുമ്പിൽ ഞാൻ തോക്കാൻ പാടില്ല. കാർഡ് അയക്കാൻ ആളില്ലെങ്കിൽ നമുക്ക് കാർഡുകൾ വാങ്ങണം. അതെ, ഇതങ്ങനെ വിട്ടുകൊടുക്കരുത്. നമുക്ക് ഈ ക്രിസ്മസ് അടിച്ചു പൊളിക്കണം. ബലൂൺ, ക്രിസ്മസ് ട്രീ, സീരിയൽ സെറ്റ്, പുൽക്കൂട്, അങ്ങനത്തെ ഈ വീടിന്റെ തൂണിലും തുരുമ്പിലും എല്ലാം ആഘോഷം അങ്ങനെ തുളുമ്പി നിൽക്കണം. ഒരാഘോഷം എന്ന് പറഞ്ഞാൽ മത്സരിക്കാനുള്ള ദിവസമല്ല, നന്മ ചെയ്യാനുള്ള അവസരം. എന്റെ ഓടിക്കേ നോക്ക്, ആശ്രമത്തിൽ ആളെ എടുക്കുന്നോന്ന് ഒന്ന് തിരക്കിയിട്ട് പറയും. ലോകതത്വങ്ങൾ ഇത്രയും ഭംഗിയായിട്ട് പറയുന്ന ഒരാളില്ലെന്ന് ഈ ആശ്രമക്കാരോട് ഒന്ന് പറയടാ. അവരെന്റെ ചേട്ടനെ ആശ്രമത്തിലെ ചീഫ് സന്യാസിയാക്കും. അതെ ചേച്ചി, ബഹളം വെക്കാതെ. ചേട്ടന്റെ ഉള്ളില് ഒരു ഗ്രാമീണ നിഷ്കളങ്കത, വില്ലേജ് അങ്ങനെ ഒന്നുണ്ട്. അതാണ് ചേട്ടനെ കൊണ്ട് ഇതൊക്കെ പറയുന്നത്. ചേട്ടനെ നമുക്ക് സിറ്റിയുടെ സണ്ണാക്കാം, സിറ്റി സണ്ണാക്കാം. അതോടെ ഇങ്ങനെയുള്ള ഈ ആവശ്യമില്ലാത്ത ചിന്താഗതികളൊക്കെ മാറിക്കോളും. ഒന്നും പറയല്ലേട്ടോ, ഒന്നും പറയേ. അങ്ങനെ നമ്മുടെ ക്രിസ്മസ് മത്സരം തുടങ്ങാൻ പോവുകയാണ്. അയ്യോ, ക്രിസ്മസ് മത്സരമല്ല, ക്രിസ്മസ് ന്യൂ ഇയർ മത്സരം. കൊറിയർ സർവീസുകാരൻ തന്നയച്ചതാ നമുക്ക് മാത്രമായിട്ട്. നോക്കേ, കുറെ കാർഡുകൾ കണ്ടോ, ക്രിസ്മസ് കാർഡുകൾ. കണ്ട ഞങ്ങളുടെ ബന്ധുക്കളുടെ എണ്ണം കണ്ട. നോക്കേ, എണ്ണാമെങ്കിൽ എണ്ണിക്കോ, എണ്ണാമെങ്കിൽ ചേച്ചി വിടരുത്, വിട്ടുകൊടുക്കരുത്. എന്ത് വിട്ടുകൊടുക്കരുത്? അയ്യോ, ഓടിക്ക് അമ്പിളിയമ്മാന്റെ കാര്യം പറഞ്ഞതാ. അമ്പിളിയമ്മാവനെ വിട്ടുകൊടുക്കരുതെന്ന്. ഒരു 100 ക്രിസ്മസ് കാർഡുകൾ ഇവിടെ ഏറ്റെന്ന്. എല്ലാം വാങ്ങിച്ചു. 10 കാർഡുകൾ വാങ്ങിച്ചു. നോക്കൂ, എല്ലാരും കാണിച്ചിട്ടാണ് ഞാൻ വന്നത്.
ഞാൻ അപ്പുറത്ത് നോക്കി വിളിച്ചു പറയാൻ ചേർന്ന് കേട്ടല്ലോ ആ. അവരുടെ മുഖം അപ്പൊ കാണുമായിരുന്നു. ദേ, നമുക്ക് ഇവിടെ നൂല് വലിച്ചു കെട്ടിട്ട് അതിലിങ്ങനെ തൂക്കി അയ്യോ എന്താ ഇത്? ഞങ്ങൾക്ക് വന്ന ക്രിസ്മസ് കാർഡല്ലേ ചേച്ചി അല്ലേ? അതെ അതെ. ആ, എന്താ കൊല്ലക്കുടിയിലെ കുഞ്ഞിനെ സൂചി വെക്കണത് ഇത്രയും കാറിന് കുഞ്ഞിന് വന്നോ? അങ്ങനെ വഴിക്ക് വാ. ആശാനെയാണ് അടവ് ഓടിപ്പിക്കണത്. അതെ ഞങ്ങൾ ഈ കാർഡെല്ലാം കൂടെ ഇവിടെ കൂടെ ഇങ്ങനെ വലിച്ചു കെട്ടാൻ പോവുകയാണ്. എന്നാലേ ഈ കാർഡ് ഇവിടെ അല്ല കെട്ടേണ്ടത്. പിന്നെ ലീലാതി ലീലാതി എന്താ തരട്ടാ? ഇതെന്താ? ആ ഇത് ക്രിസ്മസ് ന്യൂ ഇയർ കാർഡുകളാണ് തരട്ടാ. ആ ഒറ്റ ദിവസം കൊണ്ട് ഇത്രയും കാർഡ് ആ, ദേ, ഈ കാർഡ് കോട്ടയത്തുള്ള വല്യമ്മായി അയച്ചതാ. ആ, പിന്നെ ദേ, അത് ഇളയച്ചൻ അയച്ചത്. പിന്നെ ഏതാണ്ട് അമേരിക്കൻ ഡിങ്കി മോൾ അയച്ച കാർഡ്. ഇത് സുഭദ്ര ചേച്ചി അയച്ചതാ. ആ. ആഹാ. ഏത് സുഭദ്ര ചേച്ചി ഏത് ഡിങ്കിമോൾ? കണ്ടോടാ ഓടിക്കേ വിശ്വട്ടാ കണ്ടോ? സത്യം സത്യം പോലെ പുറത്തു വരുന്ന കണ്ടോ? പറയടാ പറയടാ. ആരും കളിയാക്കിച്ചിരിക്കാനും വേണ്ട. അവിടുത്തെ കാർഡുകൾ വേണ്ട അപ്പുറത്തെ കടയിൽ നിന്ന് മൊത്തത്തിൽ വാങ്ങിച്ചല്ലേ എനിക്കറിയാം. ഏയ്, ഇനി അഥവാ വില കൊടുത്ത് വാങ്ങിച്ചാലും വില കുറയ്ക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഓ, ചോദിച്ച വില ആ വിലക്കാണ് ഇത് വാങ്ങിച്ചത്. അതെ 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 അതെ. ഇത്തവണത്തെ ക്രിസ്മസ് റെസിഡൻസ് അസോസിയേഷന്റെ സമ്മാനേ ഞങ്ങൾക്ക് കിട്ടാൻ പോകുന്നു. അയ്യോ അതിനു വേണ്ടി ഡിസംബറിലെ മഞ്ഞ ആരും കൊള്ളണ്ട. അത് കലക്കി. അത് കൊള്ളാം അല്ലേ? ആ പ്രയോഗം കൊള്ളാം മാമ. കാലക്കി. നിങ്ങൾ അകത്ത് പോ, ഞാൻ സംസാരിക്കട്ടെ. പോ പോകാൻ. സതി നീ അത്തോട്ട് തന്നെ പോ 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 അവര് പറഞ്ഞിട്ടല്ലേ പോ പോ. എന്നാലും അവര് പറഞ്ഞത് കേട്ടാ. കണ്ട എന്റെ വായിക്കണം. ഓ, അളയാത്ത അകത്ത് പോവാൻ. കയറി പോ, അതോട്ടാണ്. നീ എന്റെ മേടിക്കും അത് പോ. വാടാ നമുക്ക് അവൻ- പോകാം. വരൂ. നിങ്ങൾ പോവാൻ. പോയെ പോയെ പോയെ. ലീലാതി അകത്ത് പോവാൻ. പോയെ പോയെ. വാടാ പോ. എന്നാൽ അവര് എടി പോകാൻ. അമ്മാവനും അത്ത് പോ. എന്ത് ചെയ്യാനാ ദൈവത്തിനറിയാം. എന്താ ഏട്ടാ? അല്ല പൊടി പൊടി തൂക്കണമെന്ന് പറയായിരുന്നു. അല്ല അവിടെ എന്താ അല്ല അവിടെ കാണിക്കുന്നെ? പൊടിയുണ്ട്. ക്രിസ്മസ് അല്ല പൊടി അവിടെ ഉണ്ടാവും. കൈ പൂത്തിരി പോലൊക്കെ. നീ വന്നേ വാ, വാ. എന്നാലും ശത്രുക്കളുടെ മുമ്പേ വെച്ച് സ്വന്തക്കാരെങ്ങനെ ചവിട്ടി തേക്കരുതായിരുന്നു. സത്യം പറഞ്ഞ എനിക്ക് ചത്താ മതിയെന്ന് തോന്നിപ്പോയി. ഈ കോപ്രായം കണ്ടപ്പോ എനിക്ക് അത് തന്നെ തോന്നി. അമേരിക്കയിലെ ഡിങ്കിമോൾ സുമിത്ര ചേച്ചി ദേ അതെല്ലാം അഴിച്ചു മാറ്റണം, അല്ലെങ്കിൽ എന്റെ സ്വഭാവം മാറും. നരട്ടാ, സ്വഭാവം മാറ്റിക്കോ. വേണമെങ്കിൽ നരട്ടൻ തന്നെ നഴിച്ചു മാറ്റിക്കോ. പക്ഷേ ലീലാവതിന്റെ ശവത്തി ചവിട്ടി വേണം അതിനകത്തേക്ക് പോവാൻ. അതെ, ഇതൊരു മത്സരം തന്നെ. ആ മത്സരത്തിലെ ഈ വീടിന്റെ ഗ്രഹനാഥൻ ഇവിടുത്തെ വീട്ടുകാരിയോടൊപ്പം നിൽക്കണം. അല്ലെങ്കിലും ചിലരെങ്ങനെയാ ശത്രുക്കളുടെ മുമ്പിൽ ധർമ്മപുത്ര ചമയും, സ്വന്തം കക്ഷിക്കാരെ താഴ്ത്തി സംസാരിക്കും. ഞാൻ താഴ്ത്തി സംസാരിക്കുന്നതേ നാളെ മറ്റുള്ളവർ നിങ്ങളെ താഴ്ത്തി കെട്ടാതിരിക്കാൻ വേണ്ടി മാത്രമാ. ചെറിയൊരു തെറ്റ് കാണുമ്പോ ശിക്ഷ സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ ആദ്യം കൊടുക്കണം. ആ ശിക്ഷ കൊടുക്കാതെ തെറ്റിന് കൂട്ടുനിന്നാലേ കുറ്റങ്ങളുടെ എണ്ണം കൂടും. കോടതി ശിക്ഷിക്കുന്ന കാണേണ്ടി വരും. ഞാൻ പറയാറില്ലേ, സ്വന്തം വീട്ടിലുള്ളവരെ എതിർത്ത് പറയേണ്ട സമയങ്ങളിൽ 1000 ഉദാഹരണങ്ങൾ കൃത്യമായിട്ട് കിട്ടും. ഞങ്ങൾ എന്തായാലും തീരുമാനിച്ചു, ഒരു മത്സരം മത്സരിക്കാൻ തന്നെ തീരുമാനിച്ചു. ദേ നരയുടെ നാത്തൂനെ വിഷമിപ്പിക്കരുത്, കുത്തുവാക്ക് പറയരുത്. അതന്നെ അതന്നെ അതൊക്കെ കേൾക്കുമ്പോ നമ്മളങ്ങ് ഡിമ്മായി പോകും, ഒരു എനർജി കുറവ് വരും. ഈ ക്രിസ്മസ് എന്ന് പറയുന്നത് ഞാനൊന്നും കേൾക്കുന്നില്ല. ഈ ക്രിസ്മസിന്റെ നരേട്ടാ, ചായ എടുക്കട്ടെ. അതെ ഞാനും ഒന്നും കേൾക്കുന്നില്ല, ചായ എടുക്കട്ടെ. ആ, ആ. ഞാൻ വല്ലതൊക്കെ കേട്ടിട്ട് 2-3 ദിവസമായി. പിന്നെ എന്തൊക്കെ ഉണ്ടല്ലേ വിശേഷങ്ങൾ? സുഖമാണോ അല്ലയാ? നമ്മൾ ക്രിസ്മസ് ആഘോഷിക്കാൻ പോവുകയാണ്, മത്സര ക്രിസ്മസ്. ചായ എടുക്കട്ടെ എന്ന് ചോദിച്ചു. ചായ ഇങ്ങനെയുള്ള ചില താഴ്ന്ന നമ്പറുകൾ ഇറക്കിയാലേ ഈ ഹരിചന്ദ്രന്മാരുടെ മുമ്പിൽ നിന്ന് പഴയ്ക്കാൻ പറ്റും. വേണ്ട, ഞാൻ ഒന്നും കേൾക്കില്ല എന്ന് പറഞ്ഞില്ലേ, അത് വെറുതെ ചുമ്മാ കാതിങ്ങനെ പൊത്തിയിരുന്നെങ്കിലേ എനിക്കെല്ലാം കേക്കായിരുന്നു. എങ്ങനെയുണ്ട് എന്റെ അഭിനയം? ചിരിക്കാത്ത
ഏറ്റില്ല പോ പോ നടക്കിങ്ങോട്ട്. ദേ അവര് ഞെട്ടിക്കുന്ന ഒരു ഐറ്റം നമ്മൾ ഇറക്കണം. ഒരു സ്കൈലൈറ്റ് സാധനം. സ്കൈലൈറ്റ് അല്ല, ഹൈലൈറ്റ് ഹൈലൈറ്റ്. അയ്യോ, ഇഷ്ടം. അതെ, അതോടെ ക്രിസ്മസിന് നമ്മൾ സ്കോർ ചെയ്യാം. അങ്ങനെ ഒരു ഐറ്റം ഏതുണ്ട്? ഉണ്ട്, ക്രിസ്മസിന്റെ സിമ്പൽ ഉണ്ട്, സാന്താക്ലോസ്. നമ്മളൊരു സാന്താക്ലോസിനെ ഇറക്കുന്നു. ഈ സാന്താക്ലോസ് വീടായ വീട് മുഴുവൻ കയറി ഇറങ്ങുന്നു. ഈ സാന്താക്ലോസിനെ ആര് സ്പോൺസർ ചെയ്യുന്നു? സതിച്ചേച്ചി സ്പോൺസർ ചെയ്യുന്നു. സാന്താക്ലോസ് സ്പോൺസർഡ് ബൈ സതിച്ചേച്ചി. ലീലാവതി സാന്താക്ലോസ്. ആ പേരിൽ നമ്മൾ ഒരു സാന്താക്ലോസിനെ ഫീൽഡിൽ ഇറക്കിയാൽ അപ്പുറത്ത് അവരുടെ ചാട്ടം തീരും. അല്ല, സാന്താക്ലോസിന് ലീലാവതി സാന്താക്ലോസ് എന്നൊക്കെ പേരിടുന്നത് മോശമല്ലേ? ഓ, സ്വാമി വിശ്വാനന്ദന്റെ വചനാമൃതം തുടങ്ങി. വിശ്വേട്ടാ, ക്രിസ്മസ് ആഹ്ലാദിക്കാനുള്ള അവസരമാണ്. അതെ, ആട്ടവും പാട്ടവും ഒക്കെ ആയിട്ട് ലോകത്തിന് സന്തോഷിക്കാനുള്ള ദിവസമാണ്. ആ സന്തോഷത്തിനായിട്ട് നമ്മൾ നമ്മുടേതായ ഒരു സാന്താക്ലോസിനെ രംഗത്തിറക്കുന്നു. അത്രേ ഉള്ളൂ. അപ്പൊ കാര്യങ്ങളെല്ലാം പറഞ്ഞതുപോലെ. പിന്നെ ഒരു കാര്യം, ഞാൻ സാന്താക്ലോസ് ആവാം. എനിക്ക് ഭയങ്കര ത്രില്ലാണ്. ഈ പിള്ളേർക്ക് മുട്ടായിയൊക്കെ വാരി കൊടുക്കാം, എനിക്ക് കുറെ തിന്നാം. അപ്പൊ നമ്മുടെ സാന്താക്ലോസ് അമ്മാവൻ. ഒന്നും പറയില്ല വിശ്വേട്ടാ, please, please. കണ്ട കണ്ട, ഞാൻ പറഞ്ഞ എന്തായി? സാന്താക്ലോസിനെ ഇറക്കി മത്സരം നടത്താൻ പോന്നു. അപ്പോ ഒരു ടെൻഷൻ രണ്ട് വീട്ടിലും അങ്ങനെ കിടക്കും. വീട്ടിലൊരു പ്രശ്നം ഉണ്ടാകുമ്പോ സഹായികൾ ചുറ്റും വേണമെന്നൊരു ആഗ്രഹം തോന്നും. ആ ആഗ്രഹം ഉദിക്കുന്നിടത്താണ് നമ്മുടെ പ്രസക്തി. അത് ഈ ഐഡിയ പറയുമ്പോ ഇതെന്തുമാത്രം വർക്കൗട്ട് ആവുമെന്ന് എനിക്കൊരു സംശയം ഉണ്ടായിരുന്നു. ഞാൻ പറയാറില്ലേ, ഓടിക്കൊരു വലിയ മനുഷ്യനാണ്. ഒരുപാട് അറിവുകൾ മനസ്സിൽ കൊണ്ട് നടക്കുന്ന ഒരു വലിയ... പറയല്ലേ, അങ്ങനെ പറയല്ലേ സൂണ. ഞാൻ ആര്? നിങ്ങളെ പോലൊരു എളിയ മനുഷ്യൻ. പക്ഷെ ഞാൻ എന്റെ തലച്ചോറുകൊണ്ട് പുതിയ പുതിയ ഐഡിയകൾ സൃഷ്ടിക്കുന്നു. ഒരാഘോഷം വരുന്നു. ആ ആഘോഷം നമുക്ക് എങ്ങനെ നേട്ടമാക്കാം, എങ്ങനെ നമുക്ക് ഇതിൽ പിടിച്ച് തൂങ്ങിക്കിടക്കാം. നമ്മൾ വർക്കൗട്ട് ചെയ്യണം, നമ്മൾ പ്ലാൻ ചെയ്യണം. അതിലൂടെ ഈ ലോകത്തിന് നമ്മളാലാകുന്ന സംഭാവന ചെയ്യാൻ പറ്റൂ. നാളെ ഒരു കാലത്ത് ലോകം പറയും, ദാ ഇങ്ങനൊരു മനുഷ്യൻ ഈ ഭൂമിയിൽ ജീവിച്ചിരുന്നു. അത്ഭുതാധാരങ്ങളോട് അവര് നമ്മളെ നോക്കി കാണും. മനസ്സിലായില്ലേ? വലിയ മനുഷ്യനാണ് ഓടിക്കേ. നിങ്ങൾ വലിയ മനുഷ്യനാ. സുഗുണ, നിങ്ങളുടെ ചെരുപ്പിന്റെ വാറഴിക്കാൻ പോലും ഞാൻ ഓടിക്കലല്ല. കുട്ടി കുട്ടി കുട്ടി, ഇതിനകത്ത് എന്താന്ന് കുട്ടിക്ക് അറിയാവോ? അല്ല, പാഷാണം കെട്ടി പോഞ്ഞു വെച്ചിരിക്കേ. അരുത് കുട്ടി, സോഫ്റ്റ് ആയില്ലെങ്കിൽ വേണ്ട, ഹാർഡ് ആവാതിരിക്കൂ. ഭാവനപരമായ സർഗസംവാദം നടത്താൻ വേണ്ടിയിട്ടാണ് ഞാൻ കുട്ടിയെടുത്ത് സംസാരിക്കുന്നത്. സംസാരിക്കാൻ വരുന്നവരെ സ്തംഭിപ്പിക്കുന്ന ഡയലോഗാണ് കുട്ടി പറയുന്നത്. എന്തോന്ന് കിടന്നു ഞാനെന്ന് പറയണത്? ഇങ്ങനെ കാരണം മാനമര്യാദയ്ക്ക് നടക്കാത്ത അരുത് കുട്ടി, കേട്ടി തന്നാലോട്ടല്ലോ. അരുത് കുട്ടി, ഞാൻ പറയട്ടെ. ഞാൻ സാന്താക്ലോസ് ആവാൻ പോവാണ്. സാന്താക്ലോസ് ഒറ്റപ്പെട്ടവനാണല്ലോ. അങ്ങ് ഫിൻലാൻഡ് എന്ന പ്രദേശത്ത് മഞ്ഞ് വീട്ടിൽ ഒറ്റയ്ക്ക് സാന്താക്ലോസ്. ക്രിസ്മസ് കഴിയുന്നതിന് മുമ്പുണ്ടല്ലോ ആള് ക്ലോസ് ആവും. ഞാൻ കാര്യം പറഞ്ഞേക്കാം. ഞാൻ സാന്താക്ലോസിന്റെ വേഷം വിട്ട് വരുമ്പോ കുട്ടി വഴിയായിരിക്കും എവിടെയെങ്കിലും ഒക്കെ നിന്ന് എന്റെ ഈ വേഷം ഇത് വെച്ച് നീട്ടാൻ പറ്റൂല. ഒറ്റപ്പെട്ട നീ ലോകത്തെ കല്ലേറി ശാപവചനം അത് മാത്രമേ ലഭിക്കൂ. അത് നീ മനസ്സിലാക്കി പറയണ്ട. ഒറ്റപ്പെട്ടവന്റെ മൗന നൊമ്പരം എന്ന് കരുതി ക്ഷമിച്ചാ മതി. എന്താന്ന് ഓടിക്കേ മതി. നിനക്കെങ്കിലും എന്നെ മനസ്സിലാക്കാൻ പറ്റില്ലടാ. ഓടിക്കേ മതി, അത് മതി. എന്തായാലും അമ്മാമ്പ റെഡിയാണ്. സാന്താക്ലോസ് ഇറങ്ങാൻ സമയം പോണം. ചേച്ചി ഞാൻ പല പ്രാവശ്യം വാണി കൊടുത്തിട്ടുണ്ട് കേട്ടാ. ഈ സാന്താക്ലോസിനുണ്ടല്ലോ ഞാൻ ക്ലോസ് ചെയ്ത് കളയും. കല്ലൊക്കെ താഴെട്ടാ. എന്താ പിന്നെ നോക്കണോ മാവാ, ഈ സാന്താക്ലോസിന്റെ വേഷം ഇട്ടുകൊണ്ട് ഈ കോളനി മുഴുവൻ ചുറ്റണം. ചേച്ചി സമാനപ്പെട്. നമ്മുടെ പേരും പ്രശസ്തിയും ഈ ദിക്കായ ദിക്ക് മുഴുവൻ എത്തിക്കുന്ന കാര്യം ഓടി കേട്ട്. എനിക്ക് ഈ മുഖസ്തുതി പറയുന്ന ഏർപ്പാടില്ല. അതുകൊണ്ട് ലതാകുമാരി ഉള്ളത് പറയും, ഉള്ളതുപോലെ പറയും. എന്നെ വഴക്ക് പറഞ്ഞാലും ശരി, ശാസിച്ചാലും ശരി, ഈ ജോലിയിൽ നിന്ന് പിരിച്ചു വിട്ടാലും ശരി, ഒരു സത്യം കുഞ്ഞെ ഞാൻ വിളിച്ചു പറയാൻ പോകും. എന്താണെന്നല്ലേ, സതി കുഞ്ഞിന്റെ ക്രിസ്മസ് ആഘോഷത്തിന്റെ 7 അയലത്ത് വരില്ല ലീലാവതി കുഞ്ഞിന്റെ ക്രിസ്മസ്. ഞാൻ ഈ സാന്താക്ലോസിനെ കണ്ടാൽ ഒറിജിനൽ സാന്താക്ലോസ്
സ്റ്റാർ കാണാൻ വയ്യ. ഇങ്ങോട്ട് വാ, ആട്ടി. വാ, വാ, വാ. ഇതാണ് വഴി. ഇങ്ങോട്ട് പോ. അതെ, രാത്രിയാണ് കാണേണ്ടതെങ്കിൽ നമുക്ക് പകലെ ഒരു പ്രദർശനം നടത്തിയേക്കാം. ഓ, അത് കൊള്ളാം. അയ്യോ എനിക്ക് തല്ലല്ലോ, ഞാൻ വീഴും. വന്നേ 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 അയ്യോ ഏ? അയ്യോ എന്റെ മുഖത്തോ കണ്ണാടി കാണുന്നു. അയ്യോ അതാരാ? ഇത് വേറെ സാന്റാക്ലോസാ. ഹലോ, ഇത് സുഗൻ സാന്തനാണ് കേട്ടാ. സുഗൻ സാന്താക്ലോസ്. ഇന്ന് രാത്രി ആവട്ടെ എന്റെ പ്രകടനം കാണാൻ കേട്ടാ. ടടക്കുടും, 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 ടടക്കുടും. ഹായ്. വെല്ലുവിളിക്കല്ലേ എന്നെ വെറുതെ വെല്ലുവിളിക്കല്ലേന്ന്. ഓ, ആ അതെ ഞങ്ങളുടെ കോമ്പൗണ്ടിൽ നിന്ന് പുറത്തിറങ്ങും. കളിക്കല്ലേ, സാന്താക്ലോസിന്റെ അടുത്ത് കളിക്കല്ലേ. സുഗുണേട്ടാ നമ്മുടെ ശത്രുക്കളോട് സംസാരിക്കാതെ ഇങ്ങോട്ട് വന്നേ. അയ്യോ ശാരദ അത് തന്നെ റെസിഡൻസ് അസോസിയേഷന്റെ സമ്മാനം വാങ്ങി നമുക്ക് പകരം വീട്ടിൽ കാണിക്കാം. ഇനി വാ. അത് നമ്മളെപ്പോ വീട്ടിൽ നിന്ന് ചോദിച്ചാൽ മതി. അയ്യോടാ സമ്മാനം വാങ്ങിക്കും. അത് ആരുടെ കയ്യിൽ നിന്ന് വാങ്ങുമെന്നുള്ളതാണ് സംശയം. അത് പോയിന്റ്. ഇപ്പൊ സഹിച്ചേച്ചി പറഞ്ഞത് പോയിന്റ് കിടിലം പോയിന്റ് ആണ്. ദാ, പോടാ, കോമ്പൗണ്ടിൽ പോടാ. ആ, വിശേഷം പോയി. ആ, ചേട്ടാ സാന്താക്ലോസ് കണ്ടോ, സാന്താക്ലോസ്. കണ്ടോ സാറേ? കളി, കളി, കളി. കണ്ടേ, എന്റെ ഈ വേഷമൊക്കെ ഉണ്ട്, അടിപൊളി ഗ്ലാമർ. ഇങ്ങനെയാണ് ഞാൻ ഇതിട്ടുണ്ട് രാത്രി ഡാൻസ് ചെയ്യാൻ പോണം. ദാ, നോക്കിക്കോ. എങ്ങനെയുണ്ട് സാറേ? ലോകത്തുള്ള എല്ലാവരും സ്നേഹിക്കുന്ന ഒരു വസ്ത്രമാണ് നീ ഇട്ടിരിക്കുന്നത്. ഈ വസ്ത്രം നിന്റെ ദേഹത്തില്ലായിരുന്നു അടിച്ചിന്റെ ഷേപ്പ് ചെയ്യാൻ മാറ്റിയത്. സാന്താക്ലോസ്. കലക്കി വിശേഷ കലക്കി. നാരേട്ടനെ വിളിച്ചാലേ. ഹലോ ഹലോ ഹലോ. ഒരു 10 അങ്ങോട്ട് കേൾക്കായിരുന്നു. ആ അയ്യോ, ലീലാവതി, ഞാൻ എല്ലാരും ഉദ്ദേശിച്ചിട്ടാ പറഞ്ഞത്. തിരുപ്പിറവി എന്ന് പറഞ്ഞാൽ സമാധാനത്തിന്റെ ദിവസമാണ്. സ്വർഗത്തിൽ ദൈവത്തിന് മഹത്വം, ഭൂമിയിൽ സന്മനസ്സുള്ളവർക്ക് സമാധാനം. നല്ല കാര്യങ്ങൾ ചെയ്ത് നല്ല ചിന്തകൾ വർദ്ധിപ്പിക്കാനുള്ള ദിവസമാണ് ക്രിസ്മസ് എന്ന് പറഞ്ഞാലേ വീഞ്ഞും കേക്കും ചിക്കനും പുൽക്കൂടും മാത്രമല്ല, നന്മയുള്ള മനസ്സ് അതാദ്യം വേണ്ടത്.